ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയിലേക്കാണ് പോകുന്നത്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇതിൽ വലിയൊരു കബളിപ്പിക്കൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ഈ വിവാദം പൊന്തി വരുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയുണ്ടെന്നാണ് PS പ്രശാന്ത് പറയുന്നത്. അത് തെറ്റാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ബോർഡ് തീരുമാനം എടുത്ത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെ ഈ സ്വർണം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുകയും അതിൽ നേരത്തെ തന്നെ 4 കിലോയോളം തൂക്കം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. വളരെ കൃത്യമായി ഭക്തർ ഈ വിഷയത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സംഘടനകൾ വളരെ കൃത്യമായി നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ജനമധ്യത്തിലേക്ക് എത്തുന്നത്. ഇത് എന്താണ് ഈ ദേവസ്വം ബോർഡുകളെ കൊണ്ട് സർക്കാർ ചെയ്യുന്നത്? കേരളത്തിന്റെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തന രീതിയിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. രാഷ്ട്രീയ സംഘടനകൾ നയിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പർമാരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയും മറ്റുമൊക്കെ മുന്നോട്ട് പോകുന്ന, ചെയർമാനാക്കിയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും ഭരണകക്ഷിയുടെ ഒരു കാര്യമായ ഇടപെടൽ എപ്പോഴും ദേവസ്വം ബോർഡുകളിലുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ LDF അവരുടെ ഹിന്ദു മതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ ഹിന്ദുമതം എന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു സംവിധാനമാണെന്നും ഇത് കേവലം ജാതീയതയാണെന്നും ഇത് നശിക്കേണ്ടതാണെന്നും ഒക്കെയുള്ള സ്റ്റാലിന്റെ മകൻ ഉദയനിധി പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെയാണ് ഇവരും കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പ്രത്യയശാസ്ത്രം ഭരിക്കുമ്പോൾ അതിന്റെ കീഴിലുള്ള ഹിന്ദു മതത്തിന്റെ ദുരവസ്ഥ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രം കുറ്റം പറയല്ല. ഈ കഴിഞ്ഞ കരുണാകരന്റെ സർക്കാരിന്റെ കാലത്തും ഇതുപോലെ ദേവസ്വത്തിൽ നിന്ന് പണം പലപ്പോഴായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പലരും മുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഈ പിണറായി വിജയന്റെ സർക്കാർ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ആ ഫണ്ടിലേക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും 10 കോടി രൂപ വകമാറ്റി CMDRF-ൽ ഇട്ടു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ദേവന്റെ സ്വത്ത് സർക്കാരിന് ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടും ഉടൻ തന്നെ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും നാളിന്ന് വരെ, എത്രയോ വർഷം കഴിഞ്ഞു, 2018 കഥയാണ്, നാളിന്ന് വരെ പിണറായി വിജയൻ നയിക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ആ പണം തിരിച്ചടച്ചിട്ടില്ലെന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പല പല ആരോപണങ്ങളും ഉയരുന്നു. എന്നാൽ ഗുരുവായൂർ കേവലം ആരോപണമല്ല, നടന്ന സംഭവമാണ്. എന്തൊരു വിഷയം വന്നാൽ ഉടനെ സർക്കാർ ചിന്തിക്കുക ദേവസ്വം ഫണ്ട് എങ്ങനെ അടിച്ചു മാറ്റാമെന്നാണ്. അപ്പൊ അതെന്താണ്, ഇതര സമുദായങ്ങളുണ്ടല്ലോ ഇവിടെ, മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങൾ വളരെ സുശക്തമായി സംഘടിക്കപ്പെട്ടിട്ടുള്ള ഫണ്ടുള്ള സമുദായങ്ങളാണ്. അവരുടെ ഫണ്ടൊന്നും എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇതുപോലൊരു ദുർവിധിയില്ല. തലയ്ക്കു മീതെ ഒരു ദുഷ്ടമായ ബോർഡ് ഈ 2 മതങ്ങൾക്കും ഇല്ല. സർക്കാർ നിയന്ത്രിതമായ അല്ലെങ്കിൽ പണം വഴിമാറ്റി ചെലവഴിക്കുന്ന ഒരു ബോർഡ് ഇല്ല. അപ്പൊ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് ഹിന്ദുക്കൾക്ക് ഒരു ഹിന്ദു സമാജത്തിൻ്റെതായ ഒരു സമ്പത്താണ് ഇതെന്ന ചിന്ത ഉണ്ടാവുക അസാധ്യമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ശബരിമലയിലെ ദ്വാരപാലകരുടെ മേലെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ എത്ര ലാഘവത്തോടു കൂടിയാണ്, ആരും അറിയാതെ ഹിന്ദു സാമാന്യ ഭക്തജനങ്ങളുടെ ഒരു റെഫറൻഡം എടുത്തിട്ടോ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സുമായി കൂടിയാലോചിച്ചിട്ടോ എന്തിന് കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങിയിട്ടോ ഒന്നുമല്ല, തന്നിഷ്ടം പോലെ കാട്ടിലെ തടി തേവരുടെ ആന വലിയോ വലി എന്ന് പറഞ്ഞ പോലെ കൊണ്ടുപോയിട്ട് ചെന്നൈയിൽ കൊണ്ടുപോയി നോക്കണം. അത് സംസ്ഥാനത്തിന് പുറത്തു കൊണ്ടുപോയി എന്നാണ്. അത് ഒരുക്കി. ഇതൊന്നും യാതൊരു നിയമസാധ്യതയുമില്ല. ആ സ്വർണം ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പീഠത്തിൻ്റെത് 4 കിലോയോളം സ്വർണത്തിന് ഇന്ന് വിലയുണ്ട്. ഇന്നത്തെ സ്വർണ്ണ വില എത്രയാണ്? 9,999 റുപ്പീസാണ്. ഏതാണ്ട് 80,000 രൂപയോളം സ്വർണത്തിന് വിലയുള്ള ഒരു നാട്ടിലാണ് പവന് 80,000-ലധികം വിലയുള്ള നാട്ടിലാണ് 4 കിലോ സ്വർണം കുറഞ്ഞു, അത്രയേ കുറഞ്ഞുള്ളൂ, 3 കിലോയെ കുറഞ്ഞുള്ളൂ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ സർക്കാരിനെന്നല്ല ഏത് സർക്കാരിനും, ഇവിടുത്തെ ഏത് സർക്കാരിനും ഒരു ക്യാഷ് കൗ ആണ്. അതത് സമയങ്ങളിൽ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പെട്ടെന്ന് പോയി കറക്കാൻ ഉപയോഗിക്കുന്ന കറവ പശുവായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ സ്ഥിതിക്ക് മാറ്റം വരണം. ഇതിന് എന്താണ്, ഞാൻ വളരെ സുസ്പഷ്ടമായി ഞാൻ ഈ സംസാരിക്കുന്ന ജനം TV-യിലൂടെ വളരെ അടിയുറച്ച ഹിന്ദു വിശ്വാസികളായ ആളുകളോട് പറയുകയാണ്, ഈ ഒരു സർക്കാരിന്റെ സംവിധാനം മാറിയില്ലെങ്കിൽ ഇത് തുടരുക തന്നെ ചെയ്യും.
യാതൊരു തരത്തിലും ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കോ ഹിന്ദു മതത്തോട് അനുകമ്പ ഉണ്ടാവുക എന്നത് അസാധ്യമാണ്. അവരുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും അങ്ങനൊന്നില്ല. അത്തരം ഒരു സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് ഒരിക്കലും നമുക്ക് നീതി തരുമെന്നോ നമ്മുടെ ക്ഷേത്രങ്ങളിലെ സ്വർണം വകമാറ്റി ചെലവഴിക്കില്ലെന്നോ നമുക്ക് പറയാനാവില്ല. ഇതേ രീതിയിലാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കുംഭാഭിഷേകം പ്രഖ്യാപിക്കുക. അതിന് ആ നാട്ടിലെ ബ്രാഹ്മണ പൂജാരിമാരുടെ വലിയ സപ്പോർട്ടും ഉണ്ട്, ചിലരുടെ, എല്ലാവരുടെ അല്ല. കാരണം അവര് തന്ത്രി സമ്മതിക്കുകയാണ്. തന്ത്രി സർക്കാരിനോട് ഒത്തു നിൽക്കുന്ന ആളായിരിക്കും മിക്കപ്പോഴും. ഇവിടെ അങ്ങനെ തന്നെയാണ്. പല തന്ത്രിമാർക്കും ഈ കമ്മ്യൂണിസത്തിന് അസുഖമുള്ള തന്ത്രിമാർ കേരളത്തിലും ഉണ്ട്. ഇവരെന്ത് ചെയ്യും? സർക്കാർ പറയുന്ന കാര്യത്തിന് അനുകൂലം നിന്ന് കൊടുത്തിട്ട് ഈ താഴികക്കുടം അടക്കമുള്ള എത്രയോ ഇരിഡിയം കലർന്നിട്ടുള്ള വിദേശത്ത് വലിയ വില ലഭിക്കുന്ന സ്വർണവും മറ്റു കാര്യങ്ങളൊക്കെ കടത്തിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലാണ് ഈ ട്രെൻഡ് ഇങ്ങോട്ട് വന്നത്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും സ്റ്റാലിന്റെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ, കേസ് കോടതിയിൽ നിൽക്കുന്നുണ്ട്. എത്രയോ കോടിക്കണക്കിനാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ അതേ മാതൃകയാണ് ശ്രീ പിണറായി വിജയന്റെ കൂട്ടരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മാറ്റം വരണം. അത് മാറ്റം നമ്മളിപ്പോ ചർച്ച ചെയ്ത് എത്ര കാലം ചർച്ച ചെയ്തു? ശബരിമല അയ്യപ്പ സ്വാമിയുടെ പുണ്യ സങ്കേതത്തിൽ ഏതാനും സ്ത്രീകളെ അവിടെ കയറ്റിയ നവോത്ഥാനം ഇതേ ഹിന്ദു ഭക്തജനങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടായിരുന്നില്ലേ? അന്ന് പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് സ്ത്രീകൾ ചൊവ്വയിലേക്ക് വരെ പോകാൻ തുടങ്ങി, പിന്നെയാണ് ഇപ്പൊ ഇവിടെ ശബരിമലയിൽ കയറിയാലെന്നാണ്. അത് നമ്മുടെ വിശ്വാസങ്ങൾ എന്തു ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ച് ഒരു തമാശ രൂപേണ ലാഘവ ബുദ്ധിയോടെ പറഞ്ഞു ചിരിക്കാനുള്ളതാണ്. പക്ഷെ നമ്മുടെ പണം അവർക്ക് വേണം. അയ്യപ്പന് ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ആ അയ്യപ്പനെ വിശ്വസിച്ച് വരുന്ന ജനങ്ങളുടെ പണത്തിൽ നല്ല വിശ്വാസവും ഭക്തിയും ഉണ്ട്. അതിന്റെ കൊഴുപ്പിലാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. നേരത്തെ പറഞ്ഞ വലിയ വലിയ ഡെവലപ്മെന്റ് വരാൻ പോകുന്നു. ക്ഷേത്രത്തെ കേവലം ഒരു ലുലു മാള് പോലെ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സ്പോൺസേർഡ് എന്താ പറയാ ഭക്തി ടൂറിസം അല്ലെങ്കിൽ ബിസിനസ് ആക്കി മാറ്റാനുള്ള ശ്രമമാണിത്. അവിടെ അയ്യപ്പന്റെ ആ പൂജാവിധികളിലോ അല്ലെങ്കിൽ അയ്യപ്പന്റെ പാരമ്പര്യ ആചാരങ്ങളിലോ ഒട്ടും വിശ്വാസമില്ലാത്തവർ അവിടെ നിന്നുണ്ടാക്കാവുന്ന റവന്യൂവിൽ മാത്രം കണ്ണു നട്ടുകൊണ്ട് ഭരണപരാജയത്തെ ക്ഷേത്രത്തിന്റെ പണവും സ്വർണവും ഉപയോഗിച്ച് മറയ്ക്കാനും നഷ്ടം നികത്താനും ശ്രമിക്കുന്ന ദയനീയമായ കാഴ്ചയാണിത്. ഈ സർക്കാരിൽ നിന്നോ, ഇനി അതല്ല LDF UDF എന്ന് ഞാൻ പറയുന്നത്, രണ്ടു കൂട്ടർക്കും ഹിന്ദു ജനങ്ങളെ തൽക്കാല ആവശ്യം മാത്രമേ അവർക്കുള്ളൂ. ഹിന്ദു സമാജത്തോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത രണ്ട് കക്ഷികളാണ് ഇവിടെ പ്രബല കക്ഷികൾ. എന്ന ദുരന്തം മാറിയാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവൂ.